ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കോളേജിൽ 2 പരിപാടിയുണ്ട്. ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് മലയാള സിനിമാ ഗാനങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് ഒന്നാമത്തെ പരിപാടി. അങ്ങനെ നമ്മൾ കോളേജിലെത്തിയിട്ടാ. പ്രോഗ്രാം നടക്കുന്നത് സെമിനാർ ഹാളിലാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഗസ്റ്റ് വരാൻ സമയം ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വർത്തമാനം പറയായിരുന്നേ. ഇന്ന് സ്ക്രീന് കണക്ട് ആക്കുന്നത് അതിനെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമ്മക്കിന്ന് പോണ്ടേ? ഇതൊക്കെ എന്ത് തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്നാ പോകും. അങ്ങനെ ഗസ്റ്റ് ഒക്കെ വന്നു. പക്ഷേ നമ്മൾ ഫോണ് എടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് നമുക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ക്യാൻറ്റീൻ. അങ്ങനെ ചോറൊക്കെ കിട്ടി. നമ്മൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ. ചോറ് നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ പരിപാടി നമ്മുടെ ഫാൻ ഷോ ആയിരുന്നു. ഫേസ് പെയിന്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അതിന് ഏട്ടയ്ക്ക് വരച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാമത് വരച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോ വീഡിയോ എടുത്തു. പിന്നെ ബിൻഷ വന്നപ്പോൾ ബിൻഷയ്ക്കും വരച്ചു കൊടുത്തു അതിന്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മളെ പരിപാടി തുടങ്ങി. പക്ഷേ ഫ്ലക്സ് റിവീൽ ചെയ്തെടുക്കാൻ മറന്നിടൂ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പ്രമുഖരൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഇവരെ വ്ളോഗ് ചേർക്കണില്ല എന്നുള്ള സങ്കടം നമുക്ക് ഈ വീഡിയോ കൂടാണ്ട് മാറ്റി കൊടുക്കാം. പാവാട കട്ടി പക്കുവമ്മ ബൻറൊട്ടിയിലെ പല്ല പയ്യം വിത്താല ആ കാലയിലെ എന്ത് മേക്ക കുസുവിലെ പുന്ത് പിന്നെ പല്ല് വെളുപ്പം ബ്രസിലെ ആള് പല്ല് വെളുപ്പം ബ്രസിലെ കൈകൾ തഴുത്തു കുത്തി കൈയാൽ പമ്പരം ചുറ്റി കൈകൾ തലയിൽ വെച്ചാട്ടെ. പിന്നെ എല്ലാരും കൂടെ ചേർന്ന് ഒരു പിക്ക് എടുത്തേട്ടാ. അപ്പൊ നമ്മള് ഞാൻ ജേഴ്സിട്ട് ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ബസ്സിൽ ഭയങ്കര തിരക്ക്. അതിലിടയ്ക്ക് യോ തരാതെന്ന ഫെബിന്റെ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. ബസ് ഇറങ്ങി ട്രെയിനിൽ കയറി സീറ്റ് പിടിച്ചപ്പോൾ നെറ്റത്തുണ്ടായിരുന്ന പൊട്ടൊക്കെ പിരികത്തി പറ്റിയിരിക്കണം. കോമഡി എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെറ്റത്തല്ല പൊട്ടെന്നുള്ളത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ദാറ്റ് മീൻസ് ഈ പൊട്ടി എപ്പോഴാണ് എൻ്റെ പിരികത്തുമ്പോൾ കയറിയിരിക്കണം എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കോഫി കുടിച്ചു. കോഫി ചൂടാണെന്ന് പറഞ്ഞിട്ട് കപ്പ് എക്സ്ട്രാ വാങ്ങിച്ചിട്ട് ഒരാളത് അവിടെ ചൂടായിട്ടുണ്ട്. വേറെ കൈത്തൊഴിലൊന്നും കിട്ടിയില്ലെങ്കിൽ ചായ അടിച്ചടക്കം ഞാൻ ജീവിക്കുന്നത് തെളിച്ചിരിക്കുകയാണ് നമ്മൾ ഫെബി.